ഞാൻ നാരായണൻ നമ്പീശൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആൻഡ് PLC എന്നുള്ള കോഴ്സാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സബ്ജക്റ്റ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇത് ഇലക്ട്രോണിക്സ് സബ്ജക്റ്റാണ്. അതിൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ ഉള്ളത്. അപ്പോൾ അതിൽ ഈ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സിന് നമുക്ക് വേറൊരു പേരും കൂടി പറയാവുന്നതാണ്, പവർ ഇലക്ട്രോണിക്സ് എന്നും പറയാവുന്നതാണ്. അതായത് പവർ എങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ച്, ഇലക്ട്രിക്കൽ പവർ എങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് വെച്ചിട്ട് ഒന്നിൽ വേറൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുക, എങ്ങനെ ഏതാണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പുതിയ മെത്തേഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പുതിയതായിരിക്കില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ് ഈ രീതിയിലുള്ള അധ്യാപനം എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏത് പേപ്പറും പോലെ, ഏത് സബ്ജക്റ്റും പോലെ ഏത് സബ്ജക്റ്റും 4 മോഡ്യൂളാക്കി തിരിച്ചിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മോഡ്യൂള് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് തൈറിസ്റ്റർ ഫാമിലി എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. അതായത് പവർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ്, അതിൽ തന്നെ തൈറിസ്റ്റർ ഫാമിലി വേറെയും പഠിക്കാനുണ്ട്. അതായത് ഡിവൈസസ് എന്താണ് നമുക്കറിയാം, ഇലക്ട്രോണിക് ഡിവൈസസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് S2-ൽ ഇലക്ട്രോണിക് ഡിവൈസസ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ എന്നിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ പവർ ഇലക്ട്രോണിക്സ്, പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റിയുള്ള ആണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് പലതരം ഡിവൈസസ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, പവർ ഡിവൈസസ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ മോഡ്യൂൾ. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ സ്ട്രക്ചർ, വർക്കിംഗ്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയാണ് ഇതിൽ ആദ്യത്തെ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി മോഡ്യൂൾ 2 ആണ് അടുത്തത്. അതിൽ കൺവേർട്ടേഴ്സ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ മോഡ്യൂൾ 1-ൽ പറഞ്ഞ ഡിവൈസസ് ഉപയോഗിച്ച് ഉള്ള ഡിഫറൻറ്റ് ടൈപ്സ് സർക്യൂട്ട്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതായത് നമ്മൾ സർക്യൂട്ട്സിൽ പഠിച്ചു, നമ്മൾ S3-ലെ സർക്യൂട്ട്സിൽ ആംപ്ലിഫയർ, ഓസിലേറ്റർ, അതുപോലെ സ്വിച്ചിങ്, മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്നൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് സർക്യൂട്ട്സ് പഠിച്ചു. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് സർക്യൂട്ട്സാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് അതിൽ ആദ്യത്തെ തന്നെ കൺവേർട്ടേഴ്സ് ഓർ കൺട്രോൾ റെക്ടിഫയർ ആണ്, പിന്നെ ഇൻവെർട്ടർ ഉണ്ട്, അതുപോലെ ഉള്ള കുറേ സർക്യൂട്ട്സും അതിൻ്റെ വർക്കിംഗ്, വേവ് ഫോം, ഇതാണ് ഇതിൽ ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ മോഡ്യൂളാണ്. മൂന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ മോഡ്യൂൾ 2-ൽ പഠിച്ച ഡിഫറൻറ്റ് സർക്യൂട്ട്സ് ഇൻഡസ്ട്രിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ആൻഡ് സർക്യൂട്ട്സാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ കൺട്രോളിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് മോട്ടോർ ഡ്രൈവ്സ്, അതായത് വിവിധ തരം മോട്ടോറുകളെ എങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളത്, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ, അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ ഒക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് സർക്യൂട്ട്സ് മോഡ്യൂൾ 2-ൽ പഠിച്ച സർക്യൂട്ട്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും ആണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാം. അതായത് ബോയിലർ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനോ എന്തിനാണെങ്കിലും അതിനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ് ടെക്നോളജിയാണ് രണ്ടാമത്തേത്.
അടുത്തത് വെൽഡിംഗ് പ്രോസസ്സ്. വെൽഡിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. രണ്ട് മെറ്റൽ പാർട്സ് വേറൊരു മെറ്റൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ടെക്നിക്കാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇലക്ട്രോണിക്കലി എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് വെൽഡിംഗ് സ്കീംസ് ഏതൊക്കെയാണ് എന്നാണ് അതിൽ പഠിക്കാനുള്ളത്. അടുത്തത് UPS ആണ്. UPS എന്താണെന്ന് നിങ്ങൾക്കറിയാം. അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ് നിങ്ങൾക്കറിയാം, പേര് കൊണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് UPS ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റിങ്സും ഒക്കെയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ മോഡ്യൂളാണ്. നാലാമത്തെ മോഡ്യൂള് മുകളിൽ പറഞ്ഞ ഇതിനൊക്കെ കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇതൊരു പ്രോഗ്രാമിംഗ് മോഡ്യൂളാണ്. പ്രോഗ്രാമിംഗ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ മീൻസ് ഉപയോഗിച്ചിട്ട് ഇൻഡസ്ട്രിയിലെ ടോട്ടൽ ഇൻഡസ്ട്രീനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് PLC ആണ്. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോൾ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഈ PLC ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷനിലെ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്നുള്ളതും എന്നാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിംഗ് എഴുതുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ച പ്രോഗ്രാമിംഗ് പേപ്പറിലൊക്കെ അതിൻ്റെ സിൻടാക്സ്, കമാൻഡ്സ് അതൊക്കെ കൃത്യമായിട്ട് ആ ഓർഡറിൽ നമ്മൾ എഴുതിയിട്ട് അത് ടൈപ്പ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ അതിന് പകരം ഇവിടെ ഇതൊക്കെ ഒരു പിക്ചറായിട്ടാണ് വരുന്നത്. പ്രോഗ്രാം കംപ്ലീറ്റ് പിക്ചറാണ്. അപ്പോൾ പിക്ചറിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് PLC പ്രോഗ്രാമിങ്. ഇത് ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സാധ്യതയുള്ള ഫീൽഡാണ്. അതായത് PLC പ്രോഗ്രാമിങ്ങിന് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് വളരെ ഇതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമുള്ളൊരു ഇതാണ് PLC പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 മോഡ്യൂൾസ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻറ്റേർണൽ മാർക്കുകളും അതിൻ്റെ ഡിവിഷനും ഒക്കെ നിങ്ങൾക്കറിയാം, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോഡ്യൂൾ 1 പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് തൈറിസ്റ്റർ ഫാമിലി. അപ്പോൾ ഇതിന് നമ്മൾ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് എന്നാണ് പറയുന്നത്. പവർ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഹയർ എമൗണ്ട് ഓഫ് പവർ ഡെലിവർ ചെയ്യാൻ കഴിവുള്ള അറേഞ്ച്മെൻറ്റാണ് പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ V × I ആണ് നമുക്കറിയാം. അതായത് വോൾട്ടേജ് × കറൻ്റാണ് നമുക്കറിയാം. അപ്പോൾ ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡിവൈസസ് ഒക്കെ ഇറ്റ് റിക്വയേഴ്സ് എ ലാർജർ എമൗണ്ട് ഓഫ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ് ആൻഡ് ലാർജർ എമൗണ്ട് ഓഫ് കറൻറ്റ് ഷുഡ് ഫ്ലോ ത്രൂ ഇറ്റ്. അതായത് ഹയർ എമൗണ്ട് ഓഫ് വോൾട്ടേജും ഉണ്ടാവണം, ഹയർ എമൗണ്ട് ഓഫ് കറൻറ്റും ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ പവർ അതിൽ നിന്ന് ഡെലിവർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഡിവൈസസ് ഒക്കെ അതിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങും കറണ്ട് റേറ്റിങ്ങും ഒക്കെ വളരെ കൂടുതലാവും. അതായത് ഡിവൈസസിൻ്റെ വോൾട്ടേജ് റേറ്റിങ്ങും കറണ്ട് റേറ്റിങ്ങും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഡിവൈസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതിൽ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൽ ഫസ്റ്റത്തത് പവർ ഡയോഡ്സ്, പവർ BJTs, BJT എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രാൻസിസ്റ്റർ, അതുപോലെ പവർ MOS FETs, IGBT. അതുപോലെ അതിൽ വേറൊരു ഫാമിലി ഉണ്ട്, തൈറിസ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞ ഫാമിലി ഉണ്ട്. തൈറിസ്റ്റർ ഫാമിലിയിലെ SCR, സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ട്രയാക്ക്, അതിന് ഫുൾ നെയിം തന്നെയാണത്, ട്രയാക്ക് എന്ന് തന്നെ പറയാറുള്ളൂ. SBS, സിലിക്കോൺ ബൈലാറ്ററൽ സ്വിച്ച്. അതുപോലെ SUS, സിലിക്കോൺ യൂണിലാറ്ററൽ സ്വിച്ച്. അടുത്തത് സിലിക്കോൺ കൺട്രോൾഡ് സ്വിച്ച്. ഇനിയും തൈറിസ്റ്റർ ഫാമിലിയിൽ വേറെയും ഒരുപാട് ഡിവൈസസ് ഉണ്ട്.
ഈ തൈറിസ്റ്റർ ഫാമിലിയിലെ ഡിവൈസസ് നമുക്ക് SCRഉം ട്രയാക്കും മാത്രമേ വിശദമായിട്ട് പഠിക്കേണ്ടതുള്ളൂ. അതുപോലെ പവർ ഇലക്ട്രോൺ ഡിവൈസസിൽ പവർ ഡയോഡ്സും പവർ BJTയും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട. നമുക്ക് വിശദമായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത് പവർ MOSFETയും IGBTയും മാത്രമാണ്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും പവർ ഡയോഡ്സും പവർ BJTയും, ഡയോഡ്സ് നിങ്ങൾക്ക് എന്താണെന്നറിയാം, യൂണി ഡയറക്ഷണൽ കറൻറ്റ് അലൗ ചെയ്യുന്ന ഡിവൈസാണ് പവർ ഡയോഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ ഡയോഡിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലുള്ള ഡയോഡ്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഡയോഡിൽ 1N4001 ആണെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റുന്ന മാക്സിമം ഫോർവേഡ് കറൻറ്റ് വെറും 1 ആംപിയർ മാത്രമാണ്. അതുപോലെ അതിൻ്റെ അക്രോസ് അപ്ലൈ ചെയ്യാവുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അതിൽ മാക്സിമം അപ്ലൈ ചെയ്യാവുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞത് 50 വോൾട്ടാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് 50 വോൾട്ടാണ്. അപ്പോൾ ഈ ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഒപ്റ്റിമം കണ്ടീഷനിൽ നമുക്ക് അവൈലബിൾ ആക്കാവുന്ന പവർ 50 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ ഫോർവേഡ് കറണ്ട്, അതായത് 50 വാട്ട്സ് മാത്രമാണ് ഒപ്റ്റിമം കണ്ടീഷനിൽ ആ ഡയോഡ് ഉപയോഗിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുക, ഡെലിവറി ആ പവറിന് ഡയോഡിന് ഡെലിവർ ചെയ്യാൻ പറ്റുക. പക്ഷേ നമുക്ക് ഹയർ എമൗണ്ട് ഓഫ് പവർ ഉണ്ടാകുന്ന സമയത്ത് അത് മതിയാവുകയില്ല. അപ്പോൾ അവിടുത്തെ ഡയോഡ്സിൻ്റെ ഹയർ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡയോഡ്സ് ആയിരിക്കണം. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വളരെ ഹയർ വോൾട്ടേജ് കിലോ വോൾട്ട്സ് റേറ്റിംഗുള്ള പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഉള്ളതും, അതുപോലെ മാക്സിമം ഫോർവേഡ് കറൻറ്റ് ആംപിയേഴ്സ് റേറ്റിംഗ് 10s or 100s ഓഫ് ആംപിയേഴ്സ് റേറ്റിംഗുള്ള ഡയോഡ്സും ആണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ പവർ BJTs ആണെങ്കിലോ പവർ BJTസിൽ അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് മാക്സിമം ആയിരിക്കണം. ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ കലക്ടർ കറണ്ടാണ് നമുക്കറിയാം. കലക്ടർ കറണ്ട് മാക്സിമം ആയിരിക്കണം. IC മാക്സ് അതിൻ്റെ റേറ്റിംഗ് വളരെ ഹൈ ആയിരിക്കണം. അതുപോലെ അതിൻ്റെ അക്രോസ് അപ്ലൈ ചെയ്യാവുന്ന വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് എ ട്രാൻസിസ്റ്റർ, അതായത് കലക്ടർ എമിറ്റർ വോൾട്ടേജ് മാക്സിമം VCE മാക്സ് അതും വളരെ ഹയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത്രയും ഹയർ പവറുള്ള ഡെലിവറി ചെയ്യാൻ ആ ട്രാൻസിസ്റ്ററിന് പറ്റുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ബാക്കി പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഡിവൈസ് MOSFET ആണ്. MOSFET എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു S3യിലത്തെ സർക്യൂട്ട്സിലും പിന്നെ S3യിലെ സർക്യൂട്ട്സിൽ JFET ഓർ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹയർ വേർഷനാണ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നുള്ളത്. അതിൻ്റെ ഒരു ഡിവൈസിൻ്റെ പിക്ചറൽ വ്യൂ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 ടെർമിനലാണുള്ളത്: സോഴ്സ്, ഡ്രെയിൻ ആൻഡ് ഗേറ്റ്. അപ്പോൾ ഈ എൻകാപ്സുലേഷനിലെ ഡിവൈസാണിത്. സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ് SDG അങ്ങനെയാണ് ഇതിൻ്റെ ടെർമിനൽസ് ഉണ്ടാവുക. ഒന്നാമത്തെ സോഴ്സ്, രണ്ടാമത്തെ ഡ്രെയിന്, മൂന്നാമത്തെ ഗേറ്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ടെർമിനൽസ് ഉണ്ടാവുക. ഇത് അതിൻ്റെ സിമ്പലാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ PNP ട്രാൻസിസ്റ്റർ ഉള്ളതുപോലെ തന്നെ MOSFETയിലും 2 ടൈപ്പ് ഡിവൈസസ് ഉണ്ട്: N ചാനൽ MOSFETയും P ചാനൽ MOSFETയും. അതിന് രണ്ടിൻ്റെയും അതിൻ്റെ സിമ്പലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ താഴെ ഭാഗത്ത് സോഴ്സ്, നടുവിൽ സബ്സ്ട്രേറ്റ്, അത് പുറത്തേക്ക് വേറെ ടെർമിനൽ എന്നുള്ള രീതിയിൽ ഇതിന് കണക്ഷൻ ഇല്ല.
പിന്നെ ഡ്രെയിൻ. അപ്പോൾ സോഴ്സ്, ഡ്രെയിൻ, മൂന്നാമത്തെ ടെർമിനൽ ഗേറ്റ്. അപ്പൊ ഇവിടെ എൻ ചാനൽ FETന്റെ ഈ സബ്സ്ട്രേറ്റിലുള്ള ആരോ മാർക്ക് ഇൻവേർഡ് ആരോ മാർക്ക് ആയിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് പി ചാനൽ മോസ് FETയിൽ അതിന്റെ സോഴ്സിലെ ആരോ മാർക്ക് പുറത്തേക്കായിരിക്കും, ഓർ ടുവേർഡ്സ് ഔട്ട്സൈഡ് ആയിരിക്കും അതിന്റെ ആരോ മാർക്ക് ഉണ്ടാവുക. ഇതാണ് അതിന്റെ സിമ്പൽ. ഇത് അതിന്റെ വേറൊരു പർപ്പസിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാമാണ്. അത് നമ്മൾ വിശദമായിട്ട് സർക്യൂട്ട് പഠിക്കുമ്പോൾ പഠിക്കാവുന്ന. ഇനി ഈ മോസ് FET എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BJT ഓർ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. കറന്റ് കൺട്രോൾ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് കറന്റ് ഓർ കലക്ടർ കറന്റ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ ബേസ് കറന്റ് ആണ്. ഓർ ബേസ് കറന്റ് ചേഞ്ച് ചെയ്തിട്ട്, ബേസ് കറന്റ് ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്ത് ബേസ് കറന്റ് ചേഞ്ച് ചെയ്തിട്ട് ആ ബേസ് കറന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കലക്ടർ കറന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് കൺട്രോൾ ചെയ്യുന്നത് കറന്റ് ആണ്, ബേസ് കറന്റ് ആണ് കലക്ടർ കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. അതേസമയത്ത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, അത് ഫീൽഡ് ആണ് എഫക്റ്റ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഓർ വോൾട്ടേജ് ആണ് അവിടെ ഔട്ട്പുട്ടിലേക്കുള്ള കറന്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന വോൾട്ടേജ് ആണ് അതിന്റെ ഡ്രെയിൻ കറന്റിനെ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓർ അതൊരു ഗേറ്റിലെ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡ്രെയിൻ കറന്റ് ചേഞ്ച് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതൊരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ് മോസ് FET എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അപ്പൊ ഇനി ഇതില് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഈ രണ്ട് സിമ്പലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയേക്കാം, നന്നായിട്ട് നോക്കാം. ഇനി ഇതിന്റെ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ആണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. സ്ട്രക്ചർ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതില് പ്രധാനമായിട്ട് ഒരു പി സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് വേണേൽ, ബേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ബേസ് അല്ല, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോയിന്റ്. ഇത് സബ്സ്ട്രേറ്റ്, പി സബ്സ്ട്രേറ്റ്. യൂഷ്വലി ഒരു ലൈറ്റ്ലി ഓർ മോഡറേറ്റ്ലി ഡോപ്ഡ് പി ടൈപ്പ് മെറ്റീരിയലാണ് ഈ സബ്സ്ട്രേറ്റിന്റെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിന്റെ ഈ സൈഡിൽ മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്ത ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ, ഇവിടെ ഈ സൈഡ് മറ്റേ എൻഡിൽ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ. അപ്പോൾ ഈ എൻ ടൈപ്പ് മെറ്റീരിയലിന് നമ്മൾ അവിടുന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്, അത് സോഴ്സ്. ഇത് മെറ്റലൈസ്ഡ് പോർഷൻ ആണ്, ഈ ഭാഗം മെറ്റലൈസ്ഡ് പോർഷൻ ആയത്. ഇവിടുന്ന് കണക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. മെറ്റലൈസ് ചെയ്ത് ഇത് സോഴ്സ് എന്ന ടെർമിനൽ. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഈ ഇത്രയും പോർഷനിൽ ഒരു മെറ്റലൈസ് ചെയ്തിട്ട് വേറൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അതിന്റെ അടുത്ത ടെർമിനൽ ഓർ ഡ്രെയിൻ എന്നുള്ള ടെർമിനൽ. അപ്പൊ സോഴ്സ് ഡ്രെയിൻ ആയി. ഈ ഇതിന്റെ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിനിന്റെ ഇടയിൽ ഇവിടെ സബ്സ്ട്രേറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, പി ടൈപ്പ് പോർഷൻ ഉണ്ട്. അതിന്റെ നേരെ മുകളിലായിട്ട് ഒരു സിലിക്കൺ ഡയോക്സൈഡിന്റെ കോട്ടിംഗ് ഉണ്ടാവും. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, സിലിക്ക എന്ന് പറയാം. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓർ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഈ സിലിക്ക തന്നെയാണ് മണല് എന്ന് നമുക്കറിയാം. മണല് ഒരു ഹൈ ഇൻസുലേറ്റർ ആണ്. അപ്പൊ ഇതാണ് അതിലെ ഇൻസുലേറ്റർ ഓർ എന്താ പറയാ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് ഓക്സൈഡ്, സെമി കണ്ടക്ടറിന്റെ ഓക്സൈഡ്. ഈ ഓക്സൈഡിന്റെ മുകളില് ആണ് വേറൊരു മെറ്റൽ, കുറച്ചുകൂടി വലിപ്പം കൂടിയ, കുറച്ചുകൂടി ഏരിയ കൂടിയ ഒരു മെറ്റൽ. അപ്പൊ ഈ മെറ്റൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണ് അടുത്ത കണക്ഷൻ. അപ്പോൾ ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഒരു പി ടൈപ്പ് മെറ്റീരിയലാണ്. ഇവിടെ ഒരു ഇൻസുലേറ്റർ ഉണ്ട്. ഈ ഇൻസുലേഷന്റെ മുകളില് ഒരു മെറ്റലുണ്ട്. അതുകൊണ്ടാണ് മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത്. മെറ്റൽ ഓക്സൈഡ് പിന്നെ സെമി കണ്ടക്ടർ, ഇത്രയും ഭാഗം സെമി കണ്ടക്ടർ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ
ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന പേര് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫിഗറും നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിന്റെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ MOS FETന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ആണ് നമുക്ക് പഠിക്കാൻ.